ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ തമിഴ്നാട്ടിൽ പ്രതിഷേധം ശക്തം. ഭരണകക്ഷിയായ DMK പ്രവർത്തകർ മോദിയുടെ പോസ്റ്ററുകൾ കീറുകയും കത്തിക്കുകയും ചെയ്തു. വിവാദ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പരസ്യമായി മാപ്പ് പറയണമെന്ന് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ സെൽവ പെരുന്തകൈ ആവശ്യപ്പെട്ടു. ഒഡീഷയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ അടുത്ത അനുയായിയും തമിഴ്നാട് സ്വദേശിയുമായ മുൻ IAS ഉദ്യോഗസ്ഥൻ VK പാണ്ഡ്യന്റെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി അമിത് ഷാ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. ഒരു തമിഴ് ബാബുവിനെ ഒഡീഷയെ നയിക്കാൻ കഴിയുമോ എന്നായിരുന്നു അമിത് ഷായുടെ ചോദ്യം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരാഴ്ചക്കകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചെന്നൈയിലെ BJP ആസ്ഥാനം ഘരാവോ ചെയ്യുമെന്നും സെൽവ മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രിയാണെന്ന കാര്യം മറന്ന് തമിഴ്നാട്ടിലെയും ഉത്തർപ്രദേശിലെയും ഒഡീഷയിലെയും ജനങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും മോദിയുടെ പ്രസംഗത്തെ കോൺഗ്രസ് ശക്തമായി അപലപിക്കുന്നതായും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ താക്കോലുമായി തമിഴ്നാടിനെ ബന്ധിപ്പിച്ച് മോദി തമിഴർക്ക് നാണക്കേട് വരുത്തിയെന്ന് മോദിയുടെ പ്രസംഗത്തെ അപലപിച്ച് CPI സംസ്ഥാന സെക്രട്ടറി R മുത്തുരാജൻ പറഞ്ഞു. തിങ്കളാഴ്ച ഒഡീഷയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾ. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള BJD സർക്കാരിനെതിരെ ആക്ഷേപം ഉന്നയിക്കാനായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിനെ മോദി കൂട്ടുപിടിച്ചത്. ഇതുമായി ബന്ധപ്പെടുത്തിയതായിരുന്നു തമിഴ്നാടിനെതിരായ പ്രസ്താവനയും. പുരി ജഗന്നാഥ ക്ഷേത്രം പോലും ഈ സർക്കാരിന്റെ കൈകളിൽ സുരക്ഷിതമല്ലെന്നും കഴിഞ്ഞ 6 വർഷമായി ഭഗവാൻ ജഗന്നാഥന്റെ ഖജനാവിന്റെ താക്കോലുകൾ കാണാനില്ലെന്നുമായിരുന്നു മോദി ആരോപിച്ചത്. കേസിൽ BJDയുടെ പങ്ക് സംശയാസ്പദമാണെന്നും ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നും മോദി ആരോപിച്ചു. ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത്. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ അടുത്ത അനുയായിയും തമിഴ്നാട് സ്വദേശിയുമായ മുൻ IAS ഉദ്യോഗസ്ഥൻ VK പാണ്ഡ്യനെ ലക്ഷ്യമിട്ടായിരുന്നു മോദിയുടെ ഈ പരാമർശം. ഇദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു അമിത് ഷായുടെ വിവാദ പ്രസ്താവനയും. മോദിയുടെ പരാമർശത്തിനെതിരെ നേരത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു. വോട്ടിനായി തമിഴ്നാടിനെയും തമിഴരെയും അപകീർത്തിപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി അവസാനിപ്പിക്കണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. മോദി വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ശത്രുതയും സംസ്ഥാനങ്ങൾക്കിടയിൽ രോഷവും സൃഷ്ടിക്കുകയാണെന്നും സ്റ്റാലിൻ തുറന്നടിച്ചു. സംസ്ഥാനങ്ങൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തിയേക്കാവുന്ന മോദിയുടെ ഭിന്നിപ്പിനെതിരെ സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഉത്തർപ്രദേശിൽ മോദി നടത്തിയ പരാമർശങ്ങളെ അപലപിച്ചിട്ടും പ്രധാനമന്ത്രി തമിഴ്നാടിനെ അപകീർത്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് സ്റ്റാലിൻ പറഞ്ഞു. നഷ്ടമായ ഭണ്ഡാര താക്കോലുകളെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം കോടിക്കണക്കിന് പേർ ആരാധിക്കുന്ന ഭഗവാൻ ജഗന്നാഥനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒഡീഷയുമായി നല്ല ബന്ധവും സൗഹൃദവുമുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. ഒരു ക്ഷേത്രത്തിലെ നിധി മോഷ്ടിക്കുന്ന കള്ളന്മാരെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങളെ ഇകഴ്ത്താനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം. അത് തമിഴ്നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്തിനാണ് തമിഴരോട് ഇത്രയും വെറുപ്പെന്നും സ്റ്റാലിൻ ചോദിച്ചു. തമിഴ്നാട് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി തമിഴ് ഭാഷയെയും ജനങ്ങളുടെ ബുദ്ധിയെയും പുകഴ്ത്തുകയും മറ്റിടങ്ങളിൽ തമിഴരെ കള്ളന്മാരെ ചിത്രീകരിക്കുകയും ചെയ്യുന്നതായും സ്റ്റാലിൻ ആരോപിച്ചു. തമിഴ്നാടിനെയും തമിഴ് ജനതയും ഇകഴ്ത്തുന്നത് അവസാനിപ്പിക്കണമെന്നും സ്റ്റാലിൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതേസമയം വിവാദ പ്രസ്താവനയിൽ മോദിയും അമിത് ഷായും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.